ഗാദ് ഗോസ്പൽ മെലഡി എന്ന ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ എല്ലാ സ്നേഹിതർക്കും ഞങ്ങളുടെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ ധരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും കൂട്ടായ്മയ്ക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി തന്നു. അനേകർ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് കേൾപ്പാനിടയായി തീർന്നു. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. വിശേഷാൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പ്രോഗ്രാം മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കണമേ എന്നും കൂടെ നിങ്ങളോട് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഇന്ന് ഒരു പ്രത്യേക പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയ മാതാവ് ഗ്രേസി ജോസഫ് അവറുകൾ തനിക്ക് ദൈവം കൊടുത്ത ചില കഴിവുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനിടയായി തീർന്നു. താൻ ആ സമയത്ത് ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ അനുഭവിച്ചിരുന്ന സമയം കർത്താവിൻ്റെ വചനം കാണാതെ പഠിപ്പാൻ, വിശുദ്ധ ബൈബിളിലെ അനേക അധ്യായങ്ങൾ കാണാതെ പഠിപ്പാൻ ഇടയായി തീർന്നു. വെളിപ്പാട് പുസ്തകം തൊട്ട് ഇപ്പോൾ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും അനേക അധ്യായങ്ങൾ തനിക്ക് കാണാതെ പഠിപ്പാനുള്ള ദൈവത്തിൻ്റെ കൃപ തനിക്ക് ദൈവം പകർന്നു കൊടുത്തു. ഇപ്പോൾ ദൈവനാമ മഹത്വത്തിനായി ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം കാണാതെ പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ശ്രവിക്കുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം പറയുവാൻ ആഗ്രഹിക്കുന്നു. ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പാർസി രാജാവായ കോരേസിൻ്റെ 3-ാം ആണ്ടിൽ ബെൽത്തസസർ എന്ന പേരുള്ള ദാനിയേലിൽ ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതുമായിരുന്നു. അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വെച്ചു. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാനദി തീരത്തിരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ്റെ ദേഹം ഗോമേദകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും അവൻ്റെ ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമരത്തിൻ്റെ വർണ്ണം പോലെയും അവൻ്റെ ശബ്ദം ഒരു പുരുഷാരത്തിൻ്റെ ആരവം പോലെയും ആയിരുന്നു. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടിയൊളിച്ചു. അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്ന ഈ മഹാദർശനം കണ്ടു. എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എൻ്റെ മുഖശോഭ ക്ഷയിച്ചു പോയി. എനിക്ക് ഒട്ടും ബലം ഇല്ലാതെയുമായി. എന്നാൽ ഞാൻ അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. എന്നാറേ ഒരു കൈ എന്നെ തൊട്ടു. എന്നെ മുഴങ്കാലുകളും ഉള്ളം കൈയും ഊന്നി വിറകിലൂടെ നിൽക്കുമാറാക്കി. അവൻ എന്നോട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക. ഞാനിപ്പോൾ നിൻ്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്കെന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിൻ്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിൻ്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു. അവൻ ഈ വാക്കുകളെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മുഖം കുനിച്ച് ഊമനായി തീർന്നു.
അപ്പോൾ മനുഷ്യരോട് സദൃശനായ ഒരുത്തൻ എൻ്റെ അധരങ്ങളെ തൊട്ടു. ഉടനെ ഞാൻ വായ് തുറന്ന് സംസാരിച്ചു. എൻ്റെ മുമ്പിൽ നിന്നവനോട്, യജമാനനെ, ഈ ദർശനം നിമിത്തം എനിക്ക് അതിവേദന പിടിപെട്ട് ശക്തിയില്ലാതെയായിരിക്കുന്നു. അടിയൻ യജമാനോട് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? എനിക്ക് പെട്ടെന്ന് ശക്തിയില്ലാതെയായി, ശ്വാസം ശേഷിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ടു ബലപ്പെടുത്തി. ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്ക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനനെ, സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാനിപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. നിങ്ങളുടെ പ്രഭുവായ മീഖായേലല്ലാതെ ഈ കാര്യങ്ങളിൽ എന്നോട് കൂടെ ഉറച്ചു നിൽക്കുന്നവൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.